ഇവൻ എപ്പം വന്ന് കിടന്നതാ? ഇവിടെ കഞ്ഞി തളിച്ചു, എന്നിട്ട് ഇവന് നേരം വെളുത്തിട്ടില്ല. എനിക്ക് വയ്യ. ഇവനൊരു പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അനക്കൊരു കൈസകായാന്ന്. ഇത് KK ദാക്ഷായണിയമ്മ, നമ്മുടെ നായകന്റെ മാതാശ്രീ. സ്വന്തം മകന്റെ വണ്ടി എഞ്ചിൻ പണിയെടുക്കാൻ കുടുംബശ്രീയിൽ നിന്ന് കാശ് മുക്കിയ ദാക്ഷായണിയമ്മ. എന്നാ വേണ്ട, ഏടുന്നെങ്കിൽ ഒരു പെണ്ണ് കിട്ടണ്ടേ? അല്ല ഒരു പണി വേണ, അല്ല എന്നെ പോലെ സൗന്ദര്യം വേണ, ഏടുന്ന കിട്ടണ്ടേ? എടാ തത്തേ, ഇവനെ ഇന്ന് ഞാൻ ദൈവമേ, ഹെൽമെറ്റാ. ഞാനിനി എന്തെല്ലാം കാണണോ? ഇത് നമ്മുടെ നായകൻ തത്ത. തന്റെ ബുള്ളറ്റ് എടുത്ത് കുളു മണാലിയിലേക്ക് ഒരു യാത്ര പോകണമെന്നാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു നിർബന്ധം മാത്രം, ബാക്ക് സീറ്റിൽ തന്റെ ചങ്കായ ദാക്ഷായണമ്മയും കൂടെ വേണം. ഇതേടെ എണീച്ചമ്പാട് പോന്നു, പല്ലും കൂടി തേക്കാതെ. തത്തേര വണ്ടി കഴുകിയ പിന്നെ ചെറിയ തകരാറ്. നന്നായി. അപ്പൊ കുളു മളാനി പോന്നില്ലേ? കുലു മളാനി അല്ല തള്ളേ, കുളു മണാലി. കുളു മണാലി. ഇതിലും ഭേദന്റെ വാഴിയാ. തമാശക്കല്ലേ, തത്ത പോവും, തത്തേരൊന്നിച്ച് നിങ്ങയും വരും. ഓ പിന്നെ നീ മരിച്ചോക്കണേ. അല്ലടാ അത്തേ, ഇതൊരിട്ടിക്കൊണ്ട് നീ എങ്ങോട്ടാ? തത്തേര വണ്ടി തകരാറ്, ശരിയാക്കാൻ കൊണ്ടുപോവേന്ന്. എന്താടാ പ്രശ്നം? അതറിയാനല്ലേ പോന്ന്. പൊട്ടനാണെങ്കിലും തർക്കൂത്തരേ പറയൂ. ഇതും തള്ളിക്കൊണ്ടാ നീ അങ്ങ് മണാലിലേക്ക് പോന്നേ? അതിനെന്നാ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചോന്നില്ലോ. എടാ, നിനക്ക് ഈ താടി മുടികളൊന്നും. ഇത് ഞങ്ങളെ റൈഡേഴ്സിന്റെ ഒരു സ്റ്റൈലാണ്. റൈഡേഴ്സ്, നാടിനും വീടിനും വേണ്ടാത്ത റൈഡേഴ്സ്. കുബേരം പെട്ടു. ഒരൊറ്റ ഓപ്പൺ ചെക്കില് താത്ത കളി തീർത്ത് തരാം. നീ ഒന്ന് പോയതാത്തെ. നീ തത്തര കളി കാണാദ്യം. ചെക്ക്. തത്ത ഇങ്ങനൊരു മൂവ് ഉണ്ടാ? കണ്ടാ, ഇങ്ങനെയാ മക്കളെ കളിക്കണ്ട്. ഒരു സംഭവം തന്നെ. അച്ചായ, ഇത് വർഗീസ് അച്ചായ, ഒരു പൊങ്ങച്ചക്കാരനാണ്. വാട്ടർ സർവീസിന്റെ മറവിൽ കള്ളക്കടത്തും ഉടായിപ്പുമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. പെട്ടെന്നൊന്ന് പുറത്തേക്ക് വന്നേ. വരുന്നു. ഇവൻ പബ്ജി സാബു, സ്വന്തം കാമുകിയേക്കാൾ പബ്ജിയെ പ്രണയിച്ചവൻ. അച്ചായന്റെ വിശ്വസ്തനായ കാവൽക്കാരൻ. ഇന്ന് എല്ലാ സ്റ്റാഫും വന്നില്ലടാ സാബുയി. സാബുയി, താൻ എന്ത് കോപ്പിലെ കളിയാണാ കളിക്കുന്നേ? വണ്ടി വിട്. നീയും നിന്റെ ഒരു പബ്ജി. നീ അത് ശ്രദ്ധിച്ചല്ലേ വണ്ടിയിൽ വെച്ചത്? എത്ര കാശിന്റെ മുതലാടാ അത്? നമുക്കത് കിട്ടുമായിരിക്കും അല്ലടാ? കിട്ടും, ഉറപ്പായും കിട്ടും അച്ഛാ. കിട്ടിയാ മതിയായിരുന്നു കർത്താവേ. കിട്ടി, 2 പേരെ ബാക്കിയുള്ളൂ. നീ എന്ത് ഭ്രാന്താടാ ഈ പറയുന്നേ? അപ്പൊ അച്ഛൻ എന്നാ പറഞ്ഞേ? കാര്യമായ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അവന്റെ അമ്മൂമ്മയുടെ പബ്ജി. ആശാനെ, സതീശനാ. ഇത് ആശാൻ. മുമ്പ് കൊട്ടേഷൻ പണിയായിരുന്നു, ഇപ്പൊ വർക്ക്ഷോപ്പ് നടത്തുന്നു. എന്തൊക്കെയുണ്ട് ആശാനെ? എന്റെ വണ്ടി നേരെയാക്കില്ല. നിന്റെ വണ്ടി ശരിയാക്കിണ്ടാവല്ലോ. എടാ മുത്തു, നീ എന്നാടാ അവിടുന്ന് പരിപാടി? കനത്തൊരു എഞ്ചിൻ പണിയില്ല. ഇവൻ മുത്തു 2 വീലർ മെക്കാനിക്കാണ്. എന്നാലും 4 വീലറിൽ പണിയാനാണ് പുള്ളിക്കാരൻ ഇഷ്ടം. എടാ, എഞ്ചിനില്ലാതെ വണ്ടി എഞ്ചിനാ നീ പണിയെടുക്കുന്നത്? അല്ല ആശാനെ, അത് ഞാൻ സതീശന്റെ ബൈക്കൊന്ന് ശരിയാക്കി കൊടുത്തേ. എന്തൊക്കെയുണ്ട് ആശാനെ പണിയെല്ലാം? തിരക്കന്നെയാ? പണിയെല്ലാം കുറവാ സതീച്ചാ, പഴയ തിരക്കൊന്നും ഇപ്പൊ ഇല്ല. പണിയില്ലാന്ന് വിചാരിച്ചിട്ട് നീ ആ പഴയ കൊട്ടേഷൻ പണിക്കൊന്നും പോണ്ട. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയ കാര്യല്ലേ സതീശ? ഇതെല്ലാം നീ ഇന്നലെ ചെയ്ത് വെക്കേണ്ട പണിയല്ലേ മുത്തു.
1 മണിക്കൂറായി വണ്ടി എടുക്കുന്നത്. എന്നാ എഞ്ചിൻ മാറ്റുമ്പോൾ ഒന്ന് പറഞ്ഞുകൂടെ? നല്ല പഴക്കമുണ്ടല്ലോ തയ്ച്ചാട്ടാ. അത് ഉപയോഗിക്കാത്തോണ്ടാന്ന്. അത് പ്രശ്നമില്ല, കുറച്ച് ഓരോ ശരി. അത് ഡെയിലി എടാ മുത്തു, ഇന്നലെ നമ്മളെ ബുള്ളറ്റ് അച്ഛൻ്റെ അടുത്ത് വാട്ടർ സർവീസിന് കൊടുത്തിട്ട് എത്ര പൈസയാനി? ആശാന അത് 300. 300? സത്യമായിട്ട് ആശാന? ആ അത് ഞാൻ പിടിച്ചോളാം, നീ ഇപ്പൊ പണിയെടുക്ക്. ശരി ആശാന. ആശാനെ, ആ എന്താടാ തത്തേ? തത്തേരെ വണ്ടി ചെറിയ തകരാറ്. എന്നാ പിന്നെ എനിക്ക് തലയിൽ ചുമന്ന് കൊണ്ടെന്നാ പറയാ. മണ്ടൻ. നിന്ന് ഡയലോഗ് അടിക്കാണ്ട് എന്റെ വണ്ടി വേഗം ശരിയാക്ക്. ആ സഹിച്ചേട്ടാ. ആശാനെ, തത്തേരെ വണ്ടി. അത് കുറച്ച് സമയം എടുക്കടാ, നീ അവിടെ ഇരിക്കു തത്തേ. എടാ ജോസേ. ആ അച്ചായനാ? ആ അച്ചായൻ തന്നെയാണോ? എന്താ അച്ഛാ ഈ വഴിക്ക് ചുമ്മാ ഇറങ്ങിയതാ? ചുമ്മാ ഇറങ്ങിയതല്ലടോ, വണ്ടിയുടെ ബ്രേക്കിന് ചെറിയൊരു പിടുത്തം. അത് നമുക്ക് നോക്കിക്കളച്ചാ. നിനക്കിത് നോക്കാനാവടെ? ബെൻസ് കഴിച്ച് നടക്കുന്ന നമുക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. ആര് നീയാ? ആശ നീ പുതിയ വണ്ടിയൊക്കെ ആക്കിയടേ. എന്റെ അച്ചായ നമ്മളൊന്ന് ജീവിച്ച് പോയിക്കോട്ട്. ആശാനെ, മുത്തു പണി തുടങ്ങി. താനിത് എന്ത് കാണിക്കാനാടേ ഈ പോനെ? ബ്രേക്ക് നോക്കണ്ട അച്ചായ. എന്നിട്ട് കിട്ടിയാ? ഇപ്പൊ ശരിയാക്കി തരാ. എഴുന്നേറ്റ് പോടേ. അവസാനം ഞാൻ തന്നെ വേണ്ടി വരും. താൻ തന്നെ ഒന്ന് നോക്കിയേ. പറയിപ്പിക്കാൻ ഓരോരുത്തരുണ്ട്. തത്തയല്ല ആദ്യം വന്നേ, തത്തേരെ വണ്ടി ആദ്യം നോക്കണം. ഈ പണിന്ന് കൈയിട്ട് തത്തേ, എന്നിട്ട് നിന്റെ കുളു മണാലി വണ്ടി നമുക്ക് നോക്കാം. ഓനും ഓന്റെ ഒരു വണ്ടിയും. എടാ തത്തേ, ഇത് കൊള്ളാലോ, ഇച്ചിരി പഴയതാണല്ലേ? തത്തേരെ അപ്പന്റെ വണ്ടിയാ. അതെയാ? എനിക്ക് പഴയ ബുള്ളറ്റിനോട് അല്പം കമ്പം കൂടുതലാ. താൻ ഇത് കൊടുക്കുന്നോടേ? ഇല്ല, ഇത് തരൂല. വെറുതെ വേണ്ടടാ, നീ പറയുന്ന കാശ് തരാ. താൻ ഈ ടോക്കൺ അഡ്വാൻസ് നിങ്ങളെ പൈസ ഒന്നും വേണ്ട. ഇവൻ എന്ത് തേങ്ങയായി കളിക്കുന്നേ? പോവല്ലടേ. എടാ തത്തേ ഓല്ലടാ. വേണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും കൂടെ ആ ചക്കര പറഞ്ഞു വിട്ടില്ലേ, അത് മോശമായി പോയി. ഞാൻ കാര്യമായിട്ട് ചോദിച്ചാടാ. എന്തായാലും മോശമായി പോയി. ആ മുത്തു, നീ വൈകുന്നേരം നമുക്ക് വണ്ടി ശരിയാക്കി വെക്കണേ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിള്ളേരെ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്നാ ചായ? നിങ്ങൾ എനിക്ക് ആ താത്തയുടെ വണ്ടി ഒന്ന് ഒപ്പിച്ചു തരണം. മോട്ടിച്ചാലും വേണ്ടില്ല. മോഷ്ടിക്കാനാ? ഓ എന്തേ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? മോഷണം നമുക്ക് അറിയാത്ത പണിയൊന്നും അല്ല അച്ചായ, പക്ഷെ ഇനി അത് വേണ്ട. എടാ, കുറച്ച് കാശ് തടയുന്ന കേസാണ്. ഞാൻ ഈ ചെറിയ കേസൊന്നും ഏറ്റെടുക്കാറില്ല. ശരിക്കും എന്താ അച്ചായ സംഭവം? ആ വണ്ടി എന്തിനാ അച്ചായന്? നിങ്ങൾ അവനത് കാണാതെ എങ്ങനെങ്കിലും ഒപ്പിച്ചതാ. എന്നാ പിന്നെ മുത്തു, നമുക്കൊരു കൈ നോക്കാം. നീ ടൂൾസ് എടുത്ത് വെക്ക്. ആശാനെ, നമ്മളെ പുതിയ ബുള്ളറ്റ് എടുക്കാല്ലേ? വണ്ടി ഒന്നും എടുക്കണ്ടേ, അവനത് ഉരുട്ടിയിട്ട് പോയതല്ലേ, കുറച്ച് ദൂരമേ പോയി കാണൂ. എങ്കിലും അച്ഛൻ ഇവിടെ നിൽക്കണ്ട, ആ കുരിശുമുക്ക് ജംഗ്ഷനിൽ നിന്നോ ഞങ്ങൾ അവിടത്തേക്ക് വരാം. ഓക്കെ. പഞ്ചസാര ഉണ്ടോ ലക്ഷ്മണ? ഓ പഞ്ചസാര തീർന്നു പോയി, വെല്ലമുണ്ട്. വെല്ലം വേണ്ട, 100 കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി തീർന്നു പോയി, ആപ്പിൾ പാലി ചായ ആയാലോ? അതൊന്നും വേണ്ട, 1 കിലോ ഉള്ളി കൊണ്ട്. ഓ ഉള്ളി ഇല്ലല്ലോ, ഇതാ നല്ല നാടൻ മുട്ടയുണ്ട്, ഇത് വേണോ? നാടൻ ഉള്ളില്ലാണ്ട് എന്തിനാ നിങ്ങളെ മുട്ട? ആവശ്യത്തിന് ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല? നമ്പൂരിക്ക് ചന്ദനത്തിരിക്ക് പകരം മെഴുകുതിരി കെട്ടി കൊടുത്ത ആളല്ലേ. ഇതാരാ? തത്തയാ? തിരക്കിനടുത്ത് നിന്നെ ഞാൻ കണ്ടില്ല. ഒരു നാരങ്ങ വെള്ളം വേണം. നാരങ്ങ ഇല്ലല്ല, തീർന്നു പോയി. ഇവിടെ ഒരു തേങ്ങ ഉണ്ടാവില്ല. ഉണ്ട്, 1 മിനിറ്റ്. എന്ന് തേങ്ങ? ഒരു നാടൻ നാരങ്ങയുണ്ട്. ലക്ഷ്മോട്ട ഒരു ബന്നും കൂടി. തത്തന്റെ വണ്ടിയിലത്. വാ വാ.